ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാസ് ലേണിംഗ്. ഇന്ന് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ശിവഗിരി മഠത്തിൻ്റെ പ്രഥമ ശ്രീനാരായണ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയതാരാണ്? ശിവഗിരി മഠത്തിൻ്റെ പ്രഥമ ശ്രീനാരായണ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ജി പ്രിയദർശനൻ. രണ്ടാമത്തെ ചോദ്യം, ഏത് രാജ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ് ഒളിവർ ഡൗഡൻ? ബ്രിട്ടൻ. ഏത് രാജ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ് ഒളിവർ ഡൗഡൻ? എവിടത്തെയാണ്? ബ്രിട്ടൻ. 2023 ലോകത്തെ ഏറ്റവും സമ്പന്ന നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ്? ന്യൂയോർക്ക് സിറ്റി. 2023 ലോകത്തെ ഏറ്റവും സമ്പന്ന നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട സിറ്റി ഏതാണ്? ന്യൂയോർക്ക് സിറ്റി. കാനഡയിലെ ഗ്ലോബൽ ടൂറിസം ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്രമായ കുമാരിയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച മലയാളം നടി ആരാണ്? ഐശ്വര്യലക്ഷ്മി. കാനഡയിലെ ഗ്ലോബൽ ടൂറിസം ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്രമായ കുമാരിയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച മലയാളം നടിയാണ് ഐശ്വര്യലക്ഷ്മി. 2023 ഏപ്രിൽ 22 സിംഗപ്പൂർ ഉപഗ്രഹമായ ടെലിയോസ് 2 വിജയകരമായി വിക്ഷേപിച്ച വാഹനം ഏതാണ്? PSLV C-55. 2023 ഏപ്രിൽ 22 സിംഗപ്പൂർ ഉപഗ്രഹമായ ടെലിയോസ് 2 വിജയകരമായി വിക്ഷേപിച്ച വാഹനമാണ് PSLV C-55. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ അണ്ടർ വാട്ടർ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് ഏത് നദിയുടെ അടിയിലൂടെയാണ്? ബ്രഹ്മപുത്ര. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ അണ്ടർ വാട്ടർ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് ഏത് നദിയുടെ അടിയിലൂടെയാണ്? ബ്രഹ്മപുത്ര. 2023 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം നേടിയതാര്? സുഭാഷ് ചന്ദ്രൻ. 2023 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? സുഭാഷ് ചന്ദ്രൻ. അടുത്തിടെ പൊതുജനങ്ങൾക്ക് കാണാനായി പ്രദർശിപ്പിച്ച പാഴ്സി ലേഡി എന്നത് ഏത് ചിത്രകാരൻ്റെ പൂർത്തിയാകാത്ത പെയിൻറ്റിംഗ് ആണ്? രാജാ രവിവർമ്മ. അടുത്തിടെ പൊതുജനങ്ങൾക്ക് കാണാനായി പ്രദർശിപ്പിച്ച പാഴ്സി ലേഡി ഏത് ചിത്രകാരൻ്റെ പൂർത്തിയാവാത്ത പെയിൻറ്റിംഗ് ആണ്? അപ്പോൾ പാഴ്സി ലേഡി ആരുടെയാണ്? രാജാ രവിവർമ്മയുടേതാണ്. 2022 ഗോൾഡൻ ഗ്ലോബ് റേസിൽ മലയാളിയായ അഭിലാഷ് ടോമി എത്രാമതായാണ് ഫിനിഷ് ചെയ്തത്? രണ്ടാമത്. 2022 ഗോൾഡൻ ഗ്ലോബ് റേസിൽ മലയാളിയായ അഭിലാഷ് ടോമി എത്രാമതായാണ് ഫിനിഷ് ചെയ്തത്? രണ്ടാമത്. കേവലം 16 മണിക്കൂർ കൊണ്ട് നിർമ്മിച്ച് റെക്കോർഡിട്ട മലയാളം സിനിമ ഏത്? എന്ന് സാക്ഷാൽ ദൈവം. കേവലം 16 മണിക്കൂർ കൊണ്ട് നിർമ്മിച്ച് റെക്കോർഡിട്ട മലയാളം സിനിമയുടെ പേരെന്താണ്? എന്ന് സാക്ഷാൽ ദൈവം. വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായി ഓട്ടോറിക്ഷയിലുള്ള ടുക് ടുക് സവാരി അവതരിപ്പിച്ചത് ഏത് ജില്ലയിലാണ്? വയനാട്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായി ഓട്ടോറിക്ഷയിലുള്ള ടുക് ടുക് സവാരി അവതരിപ്പിച്ചത് ഏത് ജില്ലയിലാണ്? വയനാട്. ഓസ്ട്രേലിയ, ഇന്ത്യ എന്നിവയ്ക്ക് ശേഷം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 500 വിജയങ്ങൾ എന്ന നേട്ടത്തിലെത്തിയത് ഏത് ക്രിക്കറ്റ് ടീമാണ്? പാകിസ്ഥാൻ. ഓസ്ട്രേലിയ, ഇന്ത്യ എന്നിവയ്ക്ക് ശേഷം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 500 വിജയങ്ങൾ എന്ന നേട്ടത്തിലെത്തിയത് ഏത് ക്രിക്കറ്റ് ടീമാണ്? പാകിസ്ഥാൻ. ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഏത് ആഫ്രിക്കൻ രാജ്യത്താണ്? മൗറീഷ്യസ്. ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഏത് ആഫ്രിക്കൻ രാജ്യത്താണ്? മൗറീഷ്യസ്. ഇന്ത്യൻ വംശജനായ അജയ് ബംഗ ഏത് സ്ഥാപനത്തിൻ്റെ തലവനാണ്? ലോക ബാങ്ക് പ്രസിഡന്റ്. അപ്പോൾ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ വംശജനായ അജയ് ബംഗ. 2023 ലോക പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഒന്നാമതുള്ള രാജ്യമേത്? നോർവേ. 2023 ലോക പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? നോർവേ. കാരൈക്കുടി മണി ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു? മൃദംഗം. കാരൈക്കുടി മണി ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു? മൃദംഗം. ബ്രിട്ടനിലെ പുതിയ രാജാവായി കിരീടധാരണം ചെയ്തതാര്? ചാൾസ് മൂന്നാമൻ. ബ്രിട്ടനിലെ പുതിയ രാജാവായി കിരീടധാരണം ചെയ്തതാരാണ്? ചാൾസ് മൂന്നാമൻ. നീരജ് ചോപ്രയെ പറ്റി പറയുന്ന കുറച്ച് പ്രസ്താവനകളാണ്.
പുരുഷ ജാവലിൻ ത്രോയിൽ നിലവിലെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ്. 2. പുരുഷ ജാവലിൻ ത്രോയിലെ നിലവിലെ ലോക ചാമ്പ്യൻ. 3. പുരുഷ ജാവലിൻ ത്രോയിൽ നിലവിലെ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവ്. അപ്പോൾ നീരജ് ചോപ്രയെ പറ്റി പറഞ്ഞ 3 പ്രസ്താവനകളാണ്. പുരുഷ ജാവലിൻ ത്രോയിൽ നിലവിലെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ്, പുരുഷ ജാവലിൻ ത്രോയിൽ നിലവിലെ ലോക ചാമ്പ്യൻ, പുരുഷ ജാവലിൻ ത്രോയിൽ നിലവിലെ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവ്. 2023 ONV സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? സി രാധാകൃഷ്ണൻ. 2023 ONV സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? സി രാധാകൃഷ്ണൻ. 2023 ഡിസംബറിൽ ചെന്നൈ നഗരത്തിൽ ദുരിതം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? മിഷോങ്. 2023 ഡിസംബറിൽ ചെന്നൈ നഗരത്തിൽ ദുരിതം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? മിഷോങ്. ഗാന്ധിജി ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെ? ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, ഹരിജൻ. ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, ഹരിജൻ. അപ്പോൾ ഗാന്ധിജി ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, ഹരിജൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 2ാമത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 2ാമത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ദാദാഭായ് നവറോജി. ലാലാ ഹർദയാലുമായി ബന്ധപ്പെട്ട സംഘടന ഏതാണ്? ഗദ്ദർ പാർട്ടി. ലാലാ ഹർദയാലുമായി ബന്ധപ്പെട്ട സംഘടന ഏതാണ്? ഗദ്ദർ പാർട്ടി. 1908 ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് 6 വർഷം ബർമ്മയിലെ മാൻഡലെ ജയിലിൽ അടച്ച ദേശീയ നേതാവാര്? ബാലഗംഗാധര തിലക്. 1908 ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് 6 വർഷം ബർമ്മയിലെ മാൻഡലെ ജയിലിൽ അടച്ച ദേശീയ നേതാവാരാണ്? ബാലഗംഗാധര തിലക്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ ദിവസം ഏതാണ്? 1928 ഫെബ്രുവരി 3. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? ഇന്ത്യയിലെത്തിയ ദിവസം ഏതാണ്? 1928 ഫെബ്രുവരി 3. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റിലെ വനിതാ അംഗം ആരായിരുന്നു? രാജ്കുമാരി അമൃത് കൗർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റിലെ വനിതാ അംഗം ആരായിരുന്നു? രാജ്കുമാരി അമൃത് കൗർ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി ഏതാണ്? അപ്പോൾ പ്രധാന വെല്ലുവിളികൾ പെടുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധി, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ, അതിർത്തികളിലെ നുഴഞ്ഞുകയറ്റമൊക്കെ. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് അഭയാർത്ഥി പ്രവാഹം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാന വെല്ലുവിളി ഏതായിരുന്നു? അഭയാർത്ഥി പ്രവാഹം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്ക് ശാലകൾ സഹായം നൽകിയ രാഷ്ട്രങ്ങൾ. ദുർഗാപൂരിന് സഹായം നൽകിയത് ആരാണ്? ബ്രിട്ടൻ. ദുർഗാപൂരിന് സഹായം നൽകിയത് ബ്രിട്ടൻ. റൂർക്കേലയ്ക്ക് സഹായം നൽകിയത് ആരാണ്? ജർമ്മനി. റൂർക്കേല, ജർമ്മനി. ബൊക്കാറോയ്ക്ക് സഹായം നൽകിയ രാജ്യം സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ, സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ദുർഗാപൂർ ബ്രിട്ടൻ, റൂർക്കേല ജർമ്മനി, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാജ്യമെന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് ആരുടെ ദീർഘദൃഷ്ടി മൂലമാണ്? ജവഹർലാൽ നെഹ്റു. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാജ്യമെന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് ആരുടെ ദീർഘദൃഷ്ടി മൂലമാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളും കടമെടുത്ത രാജ്യങ്ങളും. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അയർലൻഡ്. ഏക പൗരത്വം ബ്രിട്ടൻ. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ എടുത്തിരിക്കുന്നത് അയർലൻഡ്, ഏക പൗരത്വം ബ്രിട്ടൻ. ഇനി മൗലിക കർത്തവ്യങ്ങളെ പറ്റിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. മൗലിക കടമകൾ തുടക്കത്തിൽ ഭരണഘടനയിൽ ഇല്ലായിരുന്നു. 2. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. തുടക്കത്തിൽ 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 3 എണ്ണമാണ്. മൗലിക കടമകൾ തുടക്കത്തിൽ ഭരണഘടനയിൽ ഇല്ലായിരുന്നു. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. തുടക്കത്തിൽ 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 25.
കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 25. ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകൾ എത്ര എണ്ണമാണ്? 22. ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകൾ എത്ര എണ്ണമാണ്? 22. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ്. കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാട്. പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്ത്. വടക്കേ അറ്റത്ത് സംസ്ഥാനമല്ല, കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു ആൻഡ് കാശ്മീർ. ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7. ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7. സർദാർ സരോവർ അണക്കെട്ട് ശൃംഖല ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? നർമ്മദ. സർദാർ സരോവർ അണക്കെട്ട് ശൃംഖല ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? നർമ്മദ. ലക്ഷദ്വീപ് സമൂഹത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? മാലിദ്വീപുകളാണ്. ലക്ഷദ്വീപ് സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന രാജ്യം ഏതാണ്? മാലിദ്വീപ്. പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകെയാണ്? പെരിയാർ. അപ്പോൾ പെരിയാറിന് കുറുകെയാണ് മാർത്താണ്ഡവർമ്മ പാലം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ വിവിധ വനപ്രദേശങ്ങളും ജില്ലകളും ആണ് ചുവടെ പറയുന്നത്. ചെന്തുരുണി കൊല്ലം, ചിമ്മിനി തൃശ്ശൂർ, കരിമ്പുഴ മലപ്പുറം. ചെന്തുരുണി കൊല്ലം, ചിമ്മിനി തൃശ്ശൂർ, കരിമ്പുഴ മലപ്പുറം. ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പമ്പാ നദിയിലാണ്. ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് പമ്പാ നദി. കുറുവാദ്വീപിന് രൂപം നൽകുന്ന നദി ഏതാണ്? കബനി നദി. കുറുവാദ്വീപിന് രൂപം നൽകുന്ന നദിയാണ് കബനി നദി. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയായി അറിയപ്പെടുന്നത് ഏതാണ്? ശബരിഗിരിയാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയായി അറിയപ്പെടുന്നത് ശബരിഗിരി. ഗവി വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. ഗവി വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടം സ്ഥാപിച്ചത് എവിടെ? കഞ്ചിക്കോട്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടം സ്ഥാപിച്ചത് എവിടെയാണ്? കഞ്ചിക്കോട്. മനുഷ്യനിർമ്മിത കനാലായ പാർവതി പുത്തനാർ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ചാവറ കുര്യാക്കോസ് ഏലിയാസിൻ്റെ കൃതിയാണ് ആത്മാനുതാപം. അപ്പോൾ ആത്മാനുതാപം ആരുടെയാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസിൻ്റെ കൃതിയാണ് ആത്മാനുതാപം. ഏത് പ്രസ്ഥാനത്തിൻ്റെ ആശയപ്രചരണാർത്ഥം ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സാരഗ്രാഹി? ആനന്ദ മഹാസഭ. അപ്പോൾ ആനന്ദ മഹാസഭയുടെ ആശയപ്രചരണാർത്ഥം ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സാരഗ്രാഹി. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ഏത് നദിയുടെ തീരത്താണ്? നെയ്യാർ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ഏത് നദിയുടെ തീരത്താണ്? നെയ്യാർ. ഏത് സമരമാണ് കാർത്യായനി അമ്മ നയിച്ചത്? തോൽവിറക് സമരം. അപ്പോൾ തോൽവിറക് സമരം നയിച്ചത് കാർത്യായനി അമ്മയാണ്. ഐക്യ കേരള സമിതിയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച പ്രമുഖ നേതാവ് ആര്? കെ കേളപ്പൻ. ഐക്യ കേരള സമിതിയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച പ്രമുഖ നേതാവാണ് കെ കേളപ്പൻ. ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ആൻറ്റിസെപ്റ്റിക്കുകളാണ്. ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നതാണ് ആൻറ്റിസെപ്റ്റിക്കുകൾ. പുകയിലയുടെ അമിതോപയോഗം മൂലമുള്ള ശ്വാസകോശ രോഗം ഏതാണ്? എംഫിസിമ. പുകയിലയുടെ അമിത ഉപയോഗം മൂലം ശ്വാസകോശ രോഗമാണ് എംഫിസിമ. പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാനിടയുള്ള പകർച്ചവ്യാധി രോഗമാണ് എലിപ്പനി. പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാനിടയുള്ള പകർച്ചവ്യാധി രോഗമാണ് എലിപ്പനി. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒളവണ്ണ. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒളവണ്ണ. മനുഷ്യഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കുന്നു? 72 തവണ. മനുഷ്യഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി 72 തവണ സ്പന്ദിക്കുന്നു. സാന്ദ്രത വളരെ കുറഞ്ഞ വാതകമായതിനാൽ കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? ഹീലിയം. സാന്ദ്രത വളരെ കുറഞ്ഞ വാതകമായതിനാൽ കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകമാണ് ഹീലിയം. ഹൈഡ്രജനെ ഏത് ഗ്രൂപ്പിലാണ് പീരിയോഡിക് ടേബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 1-ാം ഗ്രൂപ്പ്.
അപ്പോൾ ഹൈഡ്രജൻ ഏത് ഗ്രൂപ്പിലാണ്? 1-ാം ഗ്രൂപ്പ്. പീരിയോഡിക് ടേബിളിലെ വിവിധ ഗ്രൂപ്പുകളാണ് ഇനി പറയുന്നത്. 13-ാം ഗ്രൂപ്പ് ബോറോൺ കുടുംബം. 13-ാം ഗ്രൂപ്പ് ബോറോൺ കുടുംബം. 14-ാം ഗ്രൂപ്പ് കാർബൺ കുടുംബം. 14-ാം ഗ്രൂപ്പ് കാർബൺ കുടുംബം. 15-ാം ഗ്രൂപ്പ് നൈട്രജൻ കുടുംബം. 15-ാം ഗ്രൂപ്പ് നൈട്രജൻ കുടുംബം. 16-ാം ഗ്രൂപ്പ് ഓക്സിജൻ കുടുംബം. അപ്പോൾ 13 ബോറോൺ, 14 കാർബൺ, 15 നൈട്രജൻ, 16 ഓക്സിജൻ. ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് ഏത് ബലത്തിന് ഉദാഹരണമാണ്? പ്രതലബലം. ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് ഏത് ബലത്തിന് ഉദാഹരണമാണ്? പ്രതലബലം. ഖരാവസ്ഥയിലുള്ള സ്നേഹകത്തിന് ഉദാഹരണമാണ് ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകത്തിന് ഉദാഹരണമാണ് ഗ്രാഫൈറ്റ്. അരുണരക്താണുക്കളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ആൻറ്റിജനുകളുടെ സാന്നിധ്യത്തെ അടിസ്ഥാനമാക്കിയാണ് രക്തത്തെ ഗ്രൂപ്പുകളായി തിരിക്കേണ്ടത് എന്ന് നിർദ്ദേശിച്ചത് ആരാണ്? കോൾ ലാൻഡ്സ്റ്റൈനർ ആണ്. അരുണരക്താണുക്കളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ആൻറ്റിജനുകളുടെ സാന്നിധ്യത്തെ അടിസ്ഥാനമാക്കിയാണ് രക്തത്തെ ഗ്രൂപ്പുകളായി തിരിക്കേണ്ടത് എന്ന് നിർദ്ദേശിച്ചത് ആരാണ്? കോൾ ലാൻഡ്സ്റ്റൈനർ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ആൽബുമിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് കരൾ. ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ഏതാണ്? കരൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.